ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് പ്രാധാന്യം നൽകി 2026-27 വർഷത്തെ നിലമ്പൂർ നഗരസഭ ബജറ്റ് അവതരിപ്പിച്ചു. ₹61,53,929 രൂപ മൊത്തം വരവും 61,39,267 രൂപ മൊത്തം ചെലവും 10,35,92,985 രൂപ നീക്കിയിരിപ്പും കണക്കാക്കുന്ന ബജറ്റാണ് വൈസ് ചെയർമാൻ ഷൌക്കത്ത് അലി കുമഞ്ചേരി അവതരിപ്പിച്ചത്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ശുചിത്വം, മാലിന്യ സംസ്കരണം, അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത്. പ്ലാസ്റ്റിക് വിമുക്ത നിലമ്പൂർ പ്ലാസ്റ്റിക് മാലിന്യ പ്രശ്നം സമഗ്രമായി പരിഹരിക്കാൻ നഗരസഭ പ്രതിജ്ഞാബദ്ധമാണ്. പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ് യൂണിറ്റ് സ്ഥാപിക്കൽ, MLP മൾട്ടി ലെയർ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് പ്ലാസ്റ്റിക് ഇഷ്ടിക നിർമ്മാണം യൂണിറ്റ് ആരംഭിക്കൽ, MRF കേന്ദ്രത്തെ മാതൃകാപരമായി പ്ലാസ്റ്റിക് ഇഷ്ടിക ഉപയോഗിച്ച് നിർമ്മിക്കൽ, ജൈവമാലിന്യ ശേഖരണം ശക്തിപ്പെടുത്തൽ, പ്ലാസ്റ്റിക് പകരം തുണിസഞ്ചി മുതലായവ നിർമ്മിക്കൽ, ഓപ്പൺ ജിം, ഹാപ്പിനെസ് പാർക്ക്, കിടപ്പിലായ രോഗികൾക്ക് ഭക്ഷണം, മരുന്ന് വീട്ടിലെത്തിക്കൽ തുടങ്ങിയവർക്കും ഈ ബജറ്റിൽ തുക അനുവദിച്ചിട്ടുണ്ട്. കുടിവെള്ള സംരക്ഷണവും ജലസംരക്ഷണവും, വേനൽക്കാല കുടിവെള്ള ക്ഷാമം എന്നിവ മറികടക്കാൻ വിവിധ പ്രദേശങ്ങളിൽ തടയണകൾ നിർമ്മിക്കാൻ അടുത്തമായ എൻ്റെ കിണറ്റിലേക്ക് പദ്ധതി വഴി കിണർ റീചാർജിങ്, നീർച്ചാലുകളുടെ വികസനത്തിനായി ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ ഈ പദ്ധതി ഇവിടെ അവതരിപ്പിക്കും. കാർഷികം, ആരോഗ്യം, ശുചിത്വം, ടൂറിസം എന്നീ മേഖലകൾക്ക് മുൻഗണന നൽകുന്ന UDF ഭരണസമിതിയുടെ ആദ്യ ബജറ്റാണിത്. ബജറ്റിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനാണ്. 10 കോടി രൂപ നിർമ്മാണ ചിലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിക്കായി 1 കോടി രൂപ വകയിരുത്തി. MP, MLA ഫണ്ടുകളും ഇതിനായി പ്രയോജനപ്പെടുത്തും. പ്ലാസ്റ്റിക് മാലിന്യ പ്രശ്നം പരിഹരിക്കുവാൻ മൾട്ടി ലെയർ പ്ലാസ്റ്റിക് പ്രോസസിംഗ് യൂണിറ്റ്, ജൈവമാലിന്യ ശേഖരണം എന്നിവ ശക്തിപ്പെടുത്തും. തുണിസഞ്ചി നിർമ്മാണത്തിന് പ്രോത്സാഹനം നൽകും. നഗരസഭയെ സുന്ദരമാക്കുന്നതിനൊപ്പം കലാകാരന്മാർക്കായി ഓപ്പൺ തിയേറ്റർ സ്ഥാപിക്കും. നബാർഡ് ഐഡക് പദ്ധതികൾ വഴി ടൂറിസം വികസനം നടപ്പാക്കും. അതിദരിദ്രർക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേകം പരിഗണന നൽകും. ഭിന്നശേഷിക്കാർക്കായി 5 തരം തെറാപ്പികൾ ലഭ്യമാക്കുന്ന പദ്ധതിയും വിഭാവനം ചെയ്തിട്ടുണ്ട്. ആ പരിമിതികൾക്ക് നിന്ന് പരമാവധി വളരെ കാര്യമാത്ര പ്രസക്തമായ പദ്ധതികൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റും അതുപോലെ പദ്ധതി രേഖയുമാണ് ഇത്തവണ ഞങ്ങൾ ഇറക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും മഹാത്മാഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് ഇന്ന് നഗരവൽക്കരണത്തിന്റെ പാതയിലാണെങ്കിലും ആ ഗ്രാമസ്വരാജിന്റെ അന്ന് നിർദ്ദേശിച്ച അതേ തത്വം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഏറ്റവും പാവപ്പെട്ടവരുടെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് ഏറ്റവും അടിസ്ഥാന വർഗങ്ങൾക്ക്, പ്രത്യേകിച്ചും പട്ടികജാതി, പട്ടികവർഗ, അതിദരിദ്ര ആശ്രയ പദ്ധതിയിൽപ്പെട്ടവരും കിടപ്പിലായ രോഗികളും നിർധനരുമായ ആളുകൾക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാനാണ് നഗരസഭ തയ്യാറായിട്ടുള്ളത്. 2026-27 വർഷത്തെ നിലമ്പൂർ നഗരസഭ അവതരിപ്പിച്ച ബജറ്റ് കഴിഞ്ഞ ഭരണസമിതിയുടെ പദ്ധതികളുടെ ആവർത്തനം മാത്രമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ മുൻപേ ടെൻഡർ ചെയ്തതാണെന്നും ബജറ്റിൽ പുതിയതായി ഒന്നുമില്ലെന്നും CPI അംഗം PM ബഷീർ കുറ്റപ്പെടുത്തി. ഇന്ന് ബഹുമാന്യായ നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അവതരിപ്പിച്ച ബജറ്റ് തീർച്ചയായും റിവേഴ്സ് ബേസ്ഡ് ബജറ്റാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഈ സാമ്പത്തിക വർഷം നിലനിൽക്കുന്ന ബഡ്ജറ്റേ അല്ല. അതിന് കാരണം, മെയിൻ പോയിന്റ്, നിലമ്പൂർ നഗരസഭ ജില്ലാ ആസൂത്രണ സമിതിയിൽ ഇന്ന് വരെ പദ്ധതി സമർപ്പിച്ചിട്ടില്ല. പദ്ധതി നഗരസഭ കൗൺസിൽ ഭൂരിപക്ഷ തീരുമാനപ്രകാരം കഴിഞ്ഞ 3-ാം തീയതി അംഗീകാരം വാങ്ങിയെങ്കിലും തുടർന്ന് ഇന്നലെ വീണ്ടും അതേ കൗൺസിൽ യോഗം ചേർന്ന് ആ തീരുമാനത്തിൽ ഭേദഗതി വരുത്താൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറ്റമറ്റ രീതിയിൽ ആക്കി മാറ്റാൻ തീരുമാനം എന്ന് പറഞ്ഞാൽ കുറ്റമറ്റ ഒരു വികസന രേഖയാണ് ഇവിടെ അവതരിപ്പിച്ചത് എന്നുള്ളത് ഇന്നലത്തെ കൗൺസിലിലൂടെ ഈ നഗരസഭാ ഭരണസമിതി തന്നെ സ്ഥാപിച്ചിരിക്കുകയാണ്.
അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആ പദ്ധതിയിലെ തുകയും ആ പദ്ധതിയും വെച്ച് രൂപീകരിച്ചിട്ടുള്ള ഈ നിലമ്പൂർ നഗരസഭയിൽ 2 വാർഡ് സഭകൾ ഇനിയും ചേരാനിരിക്കെ അപൂർണമായി തയ്യാറാക്കിയിട്ടുള്ള ഈ പദ്ധതിയെ ബേസ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഈ ബഡ്ജറ്റ് നിലനിൽക്കുന്ന ബഡ്ജറ്റല്ല. നമ്പർ 1. നമ്പർ 2, എനിക്ക് പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾക്കൊക്കെ ഇതിൻ്റെ കോപ്പി ലഭ്യമാണ്. ഈ ബജറ്റിനകത്ത് എന്ത് പുതിയ കാഴ്ചപ്പാടാണ്, പുതിയ നിർദ്ദേശമാണ് ഈ ഭരണസമിതി നിലമ്പൂരിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്? ഇവരെടുത്ത് പറയുന്നത് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ 4 കൊല്ലമായി ബജറ്റിനകത്ത് വരുന്നതാണ്. കഴിഞ്ഞ ബജറ്റിനകത്ത് നിലമ്പൂർ നഗരസഭ ബജറ്റ് പാസ്സാക്കി ടെൻഡർ ചെയ്തൊരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി ടെൻഡർ ചെയ്യുകയും സെലക്ഷൻ നോട്ടീസ് പൊതുമേഖലാ സ്ഥാപനമായ സിൽക്കിന് കൊടുക്കുകയും ചെയ്ത ഒരു പ്രവൃത്തി തങ്ങൾ നടപ്പിലാക്കും എന്ന് പറയുന്നത് എന്ത് വൈരുദ്ധ്യമാണ്. എന്നാൽ മുൻ ഭരണസമിതിയെ ജനങ്ങൾ പുറത്താക്കിയത് എന്തുകൊണ്ടാണെന്ന് പ്രതിപക്ഷം ചിന്തിക്കണമെന്നും നഗരസഭയുടെ വികസനത്തിനായി ഭരണസമിതി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും ചെയർപേഴ്സൺ മറുപടി നൽകി. അഴിമതിക്കെതിരെ ശക്തമായ തുടരന്വേഷണം ഉണ്ടാകുമെന്നും അവർ വ്യക്തമാക്കി. അവര് പറയണത്ര അവഗാഹം ഞങ്ങൾക്കില്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരു അവഗാഹമുണ്ട്. നഗരസഭയുടെ പദ്ധതികൾ സമയബന്ധിതമായി സമർപ്പിക്കാനുള്ള കഴിവുള്ള ഒരു ഭരണസമിതിയായത്. അത് നേടി അത് അവിടുന്ന് അംഗീകാരം വാങ്ങി വരും എന്ന ഉറച്ച വിശ്വാസമുള്ള ഒരു ഭരണസമിതിയാണ്. അതിന് ബഷീറിന്റെയോ അല്ലെങ്കിൽ മറ്റാളുകളുടെയോ ഒരു പിന്തുണയും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളത് പൂർത്തീകരിക്കും. അവരങ്ങനെ ആവർത്തിച്ച് ജനങ്ങൾ അവരെ തള്ളിക്കളഞ്ഞിട്ട് ആ ആവർത്തനം കൊണ്ട് ഒരു കാര്യം ഉണ്ടായില്ല എന്നതല്ല. അവര് പ്രഗത്ഭരന്നെ, ഞങ്ങൾ സമ്മതിച്ചു. ഞങ്ങൾക്കതിൽ തർക്കമൊന്നുമില്ല. അവര് പ്രഗത്ഭരല്ലെന്നൊന്നും ഭരണസമിതി ഇവിടുത്തെ ആരും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം, ജനങ്ങൾ അവരെ തള്ളിക്കളഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അവരാലോചിക്കും. അപ്പൊ അതുകൊണ്ട് ആ അവകാശവാദം പോക്കറ്റിൽ വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് പിന്തുണ നൽകി അവരൊപ്പം നിന്ന് അവർക്ക് സമാനമായ ഇപ്പൊ ചെയ്ത പോലെ സമാനമായ രീതിയിലുള്ള അവകാശങ്ങൾ ഉണ്ടെന്ന് വിശ്വസിച്ച് അവർക്ക് ഒന്നിച്ചു പോവാം. അല്ല അവർ ഭിന്നിച്ചാ പോണെച്ചാൽ ഞങ്ങൾ 28 ആൾക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയും. ഞങ്ങൾക്കത് പാസ്സാക്കാനും കഴിയും, നടപ്പിലാക്കാനും കഴിയും. SS Gold, Pure Gold. SS Group, Nilambur.